ആയി സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പോകുന്നതാണ്ട് കുറവൻതാവളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ റൂട്ട് കയറി പോയി കഴിഞ്ഞാൽ ഈ കാട്ടിൻ്റെ ഇടയ്ക്കായിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ, ഒരു നേർച്ച പള്ളി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നതാണ്. ഈ റോഡ് മൊത്തം അന്ന് ഈ താറങ്ങി അല്ലായിരുന്നു കേട്ടോ, മണ്ണിട്ട വഴിയായിരുന്നു. അത് മാത്രമല്ല ഇത് മൊത്തം കുഴിയായിരുന്നു, നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ നല്ല താറിട്ടൊക്കെ കിടക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. പക്ഷേ ഇവിടെ പോകുന്നത് ഡേഞ്ചറാണ്. ആനയാണ് കേട്ടോ, ആന വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, മാമ്പഴത്തറയിൽ നിന്ന് നമ്മൾ മാമ്പഴത്തറ വ്യൂ പോയിന്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഈ സ്ഥലമാണ് കേട്ടോ. ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ്. നമുക്ക് നോക്കിപ്പോൾ ഒരാൾ നടന്നു പോകണം കേട്ടോ, അത് ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ താറിങ്ങി അത്രേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഫുള്ള് റബ്ബർ പ്ലാന്റേഷനാണ് കേട്ടോ. അതുകൊണ്ട് ഇത് റബ്ബർ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ആ ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. ഇല്ല, നേർച്ച പള്ളി പോണേ ഇതിലാണോ? പള്ളി പോണോ? അതിലേ പോവാമല്ലോ നമുക്ക്. അപ്പോൾ ഇതിലേ പോവാമെന്ന് പറഞ്ഞു. എന്തായാലും പോയി നോക്കാം. റോഡൊന്നും ശരിയായിട്ടില്ല കേട്ടോ, അത് കണക്ക് തന്നെ. കുറേ പശുക്കളെ കൊണ്ട് കിട്ടും. ഞാൻ വിചാരിച്ച ആനയാണ്. ഇതുവഴിയാണ് നേർച്ചപ്പള്ളി പോകുന്ന വഴി. ആ വഴി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ഒരു റൂട്ടാണ് കേട്ടോ. ഇത് മൊത്തം ഇത് കണക്ക് ഓഫ് റോഡാണ്. അതാണ്ട് വെള്ളം, ഞാൻ അന്ന് വന്ന കണക്കുള്ള വഴി തന്നെ കേട്ടോ. അവിടെ മാത്രമേ ഒളിച്ച് താറിങ്ങി ചെയ്തിരിക്കുന്നു, ഇങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. ആന നിൽക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആന ഫുള്ളും ഇങ്ങോട്ട് താഴോട്ട് ഇവിടെയാണ് ഇറങ്ങി വരുന്നത്. നോക്കാം. അടുത്ത് പോയി നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ ആന വന്ന് നമുക്ക് വണ്ടി വളയ്ക്കാനൊക്കത്തില്ലെന്നേ. അപ്പോൾ എന്തായാലും നമ്മളെ യാത്രാ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, എല്ലാം ചെയ്തിട്ടൊന്ന് കാണണേ. അന്ന് നമ്മളിവിടം വരെയാണ് വന്നത്. എന്തായാലും ഇതിലേക്കൂടെ ഇറങ്ങണം. താന്ന് പോയിലേക്ക് കൊള്ളാം. താന്നില്ല, വീണ്ടും ഒരു കുഴി. നോക്കിപ്പോയില്ലേ പണി കിട്ടും. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മളെ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ആനപ്പിണ്ടം അല്ല, അത് കല്ലാണ്. മഴക്കോള് കയറി കൊള്ളുന്നുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മിക്കവാറും മഴ ആയിരിക്കും. ഇത് മണ്ണിട്ട വഴിയാണ് കേട്ടോ. ഈ പള്ളിയിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. ഒരു ബോർഡ് കണ്ടേ അവിടെ ഒരു നേർച്ചപ്പള്ളി ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ പോവുകയാണ്. നോക്കാം. ഇത് മൊത്തം താണ്ട പോണ്ട, പണി കിട്ടും. ആന വല്ലതും വന്നാൽ, അന്നും നമ്മൾ ഇതേ കണക്കാണ് വന്നത്. ഫുള്ളും ചെളിയാണ് കേട്ടോ. റിസ്ക് പിടിച്ച വഴിയാണ് കേട്ടോ. ഈ വണ്ടികൾ പോയി ഈ ഇത് വഴി അങ്ങ് ചീത്തയായത്. നോക്കി വരണം, അല്ലെങ്കിൽ തെന്നി വീഴും കേട്ടോ. നമ്മളിപ്പോൾ റോഡിൽ കൂടെ അല്ല പോണ, കാട്ടിൽ കൂടെയാണ് പോണത്. ഇവിടെ ആനയുള്ളതുകൊണ്ടാണ് എനിക്ക് പേടി. നമ്മളങ്ങോട്ട് വരും, ഇങ്ങനെയുള്ള വഴിയാണ്, നമുക്ക് പെട്ടെന്ന് പോകാനൊന്നും പറ്റത്തില്ല. നമ്മളിങ്ങോട്ട് വന്നിട്ട് ആനയുടെ മുമ്പിൽ ഒന്ന് പെട്ട് കഴിഞ്ഞാൽ പണി കിട്ടും.
എന്തേ പള്ളി? ഈ സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ സ്ഥലം? അത് നോക്കേ, അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മളെ പള്ളിയിലോട്ടുള്ള വഴിയാണ് അത്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഇതാണ്, കണ്ടോ സുഹൃത്തുക്കളെ? അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി. നമ്മളെ മാമ്പഴ വ്യൂ പോയിൻ്റൊക്കെ അവിടെയാണ്. അതുകൊണ്ട് ഒരു കാറ് വന്ന് അവിടെ നിന്നിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ മുകളിലാണ്, ആ ടോപ്പിൻ്റെ മുകളിൽ, ആ മലയുടെ മുകളിൽ. ഒരു കാറ് വന്ന് അവിടെ നിന്ന്, ഞാൻ അവിടെ വന്ന് നിന്നുകൊണ്ട് ഇങ്ങോട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അന്നേരം ഈ പള്ളി കാണാൻ പറ്റും നമുക്ക്. എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പോവേ കേട്ടോ. എന്തോ സംഭവം അറിയണ്ടേ. ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു പേടി. ഇവിടെ ഒരു മനുഷ്യരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഭയങ്കരമായൊരു കാടാണെന്ന്, കാട്ടിനകത്ത് ഒരു പള്ളി. ഇത് ഒരു വൈബ് തന്നെ കേട്ടോ, അടിപൊളി സ്ഥലമാണിത്. നമുക്ക് എത്ര വർണ്ണിച്ചാലും ഇതിനെക്കുറിച്ച് നമുക്ക് വർണ്ണിച്ചാലും തീരത്തില്ല. അത് കണക്കുള്ള ഒരു മനോഹരമായ സ്ഥലമാണ്, അടിപൊളി. ആരെങ്കിലുമൊക്കെ മാമ്പഴത്തറ വരുമ്പോൾ ഇതാ ഈ സ്ഥലത്തൊന്ന് വരണം കേട്ടോ. ഇതൊരു വെറൈറ്റി സ്ഥലം തന്നെ. നമ്മൾ ഈ അരുവി ഗാൻഡിയാണ്, അപ്പോൾ അരുവിയിലോട്ട് അടിപൊളി. കുളിക്കുകയും ചെയ്യുക, ഇവിടെ ഇരിക്കുകയും ചെയ്യുക. പക്ഷെ ഇവിടെ ആളില്ലെന്നേ ഉള്ളൂ, അതാണ് ഒരു പേടി. മക്ബറയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഒരു പാറയുടെ മുകളിലാണ് കേട്ടോ ഈ പള്ളി. ആന വന്നുണ്ടോ? ആന വന്നതാ ഇതൊക്കെ മറിച്ചിട്ടിരിക്കുന്നുണ്ടോ? ഇവിടെ ബാരിക്കേഡ് കണക്കൊക്കെ സംഭവം ഉണ്ടാക്കി വെച്ചതാണ്. ഓഫ് റോഡ് വണ്ടിയൊക്കെ കയറും കേട്ടോ, 4x4 ഒക്കെ കയറി വരും. അപ്പോൾ ഇവിടെ കയറുമ്പോൾ നമ്മൾ നോക്കി വേണം കയറാൻ. ഇവിടെ വഴുക്കലുണ്ട്, തെറ്റും, പണി കിട്ടും, തെന്നിപ്പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇവിടെ കയറാൻ. ഉണങ്ങിയ സ്ഥലത്തൂടെ കയറണം. നല്ല മഴയുടെ കോളുമുണ്ട്. ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഇവിടെ വരണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പള്ളി കേട്ടോ. ഇവിടെ ഒന്നും ആരും ഇല്ലയോ? അടിപൊളി. ഇവിടെ ഖബറിസ്ഥാനൊക്കെ ഇതിനകത്താന്ന് തോന്നുന്നു കേട്ടോ. അങ്ങ് കാട്ടിനകത്തൊരു ഖബറിസ്ഥാൻ കാണുന്നുണ്ട്. പക്ഷേ ആളില്ലാതെ നമ്മളങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഒരു ഖബറിസ്ഥാൻ കാണുന്നുണ്ട്. ഇപ്പോൾ വരുന്നവരിവിടെ വരിക കേട്ടോ. ആര് വന്നാലും ഇവിടെ നിന്ന് വന്നിട്ട് പോവുക. നിങ്ങൾ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കയറി വന്നതാണ്. ഉള്ളു കാടാണ്, ആരുമില്ല. ആന ഇറങ്ങുന്ന ഒരു കാടാണിത്. ഒരു ഖബറിസ്ഥാനാണ് കേട്ടോ. ആരെ അടക്കം ചെയ്ത ഒരു സ്ഥലമാണിത്. ഞാനങ്ങോട്ട് കയറുന്നില്ല, ചെരുപ്പിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. കണ്ടോ, എൻ്റെ ബാക്കിൽ വല്ല പുലി വന്നാൽ പോലും ഞാൻ അറിയത്തില്ല. കാരണം വെച്ചാൽ അത്രയ്ക്കും ഡേഞ്ചർ സ്ഥലം. ആരുമില്ല. ഈ ഒരു പള്ളിയും ഞാനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അത്രയ്ക്കും ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഞാൻ മിക്കവാറും ആനയെ കാണുന്നത് ഈ ഭാഗത്താണ് കാണുന്നത്. ആ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വരും. ഇവിടെയാണ് ആനയെ കാണുന്ന സ്ഥലം. അപ്പോൾ അത്രയ്ക്കും ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലം. എന്തായാലും ഞാൻ ഇവിടെയൊന്നും ആരുമില്ല. നല്ല മണമുണ്ട് കേട്ടോ, ഈ തിരിയിൻ്റെയൊക്കെ മണമുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളി ഇതാണ്. ഇതെല്ലാം ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നല്ല മണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മാമ്പഴത്തറയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവുക. അത് അത്രയ്ക്ക് നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക്
ഇഷ്ടപ്പെടും. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല വഴുക്കലാണ് കേട്ടോ. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. മല നടിച്ചിട്ട് വീഴും നമ്മൾ. ഇവിടെ വീണാൽ ഇവിടെ കിടക്കും, ആരും കാണത്തില്ല. ഇതൊന്നും ആരുമില്ല. അപ്പോൾ വണ്ടി ഉണ്ടെന്ന് മോളി വെച്ചിരിക്കുക കേട്ടോ. ഒരു വെള്ളച്ചാട്ടം. പിന്നെ നമ്മൾ മാമ്പഴത്തറ ഹിൽസിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയത്തില്ല. വഴി ഇച്ചിരി മോശമാണ്, പക്ഷെ നമ്മൾ റിസ്ക് എടുത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. ഞാൻ വന്നെന്നും പറഞ്ഞ് ആരും ഒറ്റയ്ക്ക് വരരുത്. 2-3 പേരൊക്കെയൊക്കെ വരണം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല. എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ പോയി ശീലമുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇത് ഡേഞ്ചർ സ്ഥലമാണ്. കാറ്റടിച്ചു തുടങ്ങി കേട്ടോ, നല്ല കാറ്റ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ചവിട്ടി നിർത്താൻ പറ്റത്തില്ല. ഈ സാധനങ്ങൾ പോയായിരുന്നെങ്കിൽ പോകാമായിരുന്നു. ഇടിക്കുക സംഭവം. അമ്മയും കുഞ്ഞും എല്ലാം ഉണ്ട്. മാറി താടെ പോട്ടറേ, ഒതുങ്ങി താടെ പോട്ടറേ. നമ്മൾ പോയ സ്ഥലം ഇതാണ് കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ കയറിപ്പോയത്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ്. ഇതാണ് കുറവന്താവളം. അങ്ങനെയുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ കറക്റ്റായിട്ട് പറയാം. നമ്മൾ പുനല്ലൂരിൽ നിന്ന് വരുന്നത് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് പുനല്ലൂരിൽ നിന്ന് വരുന്നത് ആ റോഡ്. ഇത് നമ്മൾ മാമ്പഴത്തറയ്ക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ ഒരു ചായക്കടയുണ്ട്, ചായ വെച്ചിട്ട്. ചായ ഉണ്ടോ? ഒരു ചായ. ഞാൻ ആ നേർച്ചപ്പള്ളിയിൽ പോകാൻ പിന്നെ അവിടെ ആൾ കാണത്തില്ല എന്നാ? ഇല്ലല്ലേ? ആരുമില്ല. ആ ഞാൻ ചിലപ്പോൾ ആരുമില്ല. അവിടെയൊക്കെ കാട്. ആ